Good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Okay, കുറെ നാളായല്ലേ കണ്ടിട്ട്. Okay. നമ്മള് ലാസ്റ്റ് മൂവ്മെന്റ്സ് കംപ്ലീറ്റ് ആക്കിയോ? മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയോ? ആക്കി. ഇന്ന് പ്രെയർ അതിന് പ്രിപ്പയർഡ് ആണോ? പ്രെയർ പറയാനായിട്ട് അറിയാൻ പ്രിപ്പയർഡ് ആണോ? Okay. Good afternoon. Okay, good afternoon, Fatima. Prayer പറയോ? ഞാനാണോ? Okay. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. നമ്മള് പാർട്ട് അല്ല മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? മൊഡ്യൂൾ 1 അപ്പം എന്റെ ലാസ്റ്റ് പോർഷൻ ഏതായിരുന്നു? മൂവ്മെന്റ്സ് ആയിരുന്നു. ഞാൻ ആകെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൊഡ്യൂള് 3 നിന്ന് അല്ല പാർട്ട് 3 നിന്ന് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആൻഡ് മൂവ്മെന്റ്സ്, ഈ 3 ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ 3ന്റെയും മോക്ക് ടെസ്റ്റ് കിട്ടിയോ? മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? മോക്ക് ടെസ്റ്റ് ഓക്കെ. മിസ്സാണല്ലോ മാൻ ആൻഡ് എൻവയോൺമെന്റ് എടുത്തത്. അതിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. ആണല്ലേ? അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. മോക്ക് ടെസ്റ്റ് മാൻ ആൻഡ് എൻവയോൺമെന്റ് വന്നിട്ട് ഓക്കെ. മാൻ ആൻഡ് എൻവയോൺമെന്റിലെ MCQ കിട്ടിയ അല്ലെ? ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇടാം കേട്ടോ. നല്ല രീതിയിൽ നോക്കാം. നമ്മള് പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾക്ക് ബുക്ക് അവൈലബിൾ ആണോ? മൊഡ്യൂള് പ്രാക്ടിക്കൽ സെഷൻ കിട്ടിയിട്ടുണ്ടോ? മൊഡ്യൂൾ 3 കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും? അതൊന്നും എടുക്കട്ടെ, ഞാനും അതൊന്ന് ഇവിടെ ഷെയർ ചെയ്തിട്ടാ. 1 മിനിറ്റ്.
നമ്മളെ മൊഡ്യൂൾ 3 ഞാൻ എടുക്കുന്നത് പാർട്ട് 3 ആണ്. മാത്തമാറ്റിക്കൽ ഏരിയ ആണ് കേട്ടോ. സോറി, പാർട്ട് 4 ആണ്. പേജ് നമ്പർ 149 ആണെന്ന് തോന്നുന്നുണ്ട്. 6. 146. ഒരു മിനിറ്റ് കേട്ടോ. ഞാൻ കൊടുത്തിരിക്കുന്നില്ല. പക്ഷേ ഓക്കെ, മോണ്ടിസോറി മാത്തമാറ്റിക്കൽ ഏരിയ ആണ്. ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഇതൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. നിങ്ങള് ഇൻട്രൊഡക്ഷൻ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. അതിൽ ഒരാളൊന്ന് റീഡ് ചെയ്യോ? ഇന്ന് MP7 കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടല്ലോ. MP7 ഇല്ലേ? 21 പേരൊക്കെ കാണുന്നു. ആദ്യമായിട്ടാണ് പ്രാക്ടിക്കൽ സെഷൻ ആയതുകൊണ്ടാണോ? ആദ്യമായിട്ടുള്ള സംഭവം. ഞാൻ ആദ്യമായിട്ട് ബാച്ചിൽ 21 പേരും. ഗ്രേറ്റ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ ഏരിയ ആണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്തമാറ്റിക്കൽ ഏരിയയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇത് നിങ്ങൾ റീഡ് ചെയ്യാം കേട്ടോ. ഞാൻ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ മാത്സ് കുട്ടികളെ ടീച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബേസിക് ഇപ്പൊ പ്രാക്ടിക്കൽ സെഷനിൽ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ തന്നെ അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സെൻസറി ആക്ടിവിറ്റീസ് ഒക്കെ വഴി ഏകദേശം നമ്മൾ എന്ത് പഠിപ്പിക്കുന്നുണ്ട്? അവരെ കൗണ്ട് ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പിങ്ക് ടവർ ചെയ്തോ? ഓർമ്മയുണ്ടോ പിങ്ക് ടവർ? ചെയ്തിട്ടുണ്ടല്ലേ? പിങ്ക് ടവർ ചെയ്തിട്ടുണ്ട്. നമ്പർ കാർഡോ? സാൻഡ് പേപ്പർ വെച്ച് ചെയ്തിട്ടുണ്ട്. നമ്പർ കാർഡ് സാൻഡ് പേപ്പർ വെച്ചിട്ട്. ഓക്കെ, അതാണ് നമ്പർ കാർഡ്. ഇനി നമ്മള് മാത്തമാറ്റിക്കൽ അപ്പാരറ്റിക്സ് ആണ് നമ്മളിപ്പോ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൗണ്ടിങ് ഈസ് ദ ബേസിക് ഓഫ് അരിത്തമാറ്റിക്. നമ്മൾ അരിത്തമാറ്റിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ 3 to 6 ഇയേഴ്സിലെ കുട്ടികളാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് എന്താണ്? കൗണ്ടിങ് ആണ്. ഓക്കെ, എങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. പിങ്ക് ടവർ യൂസ് ചെയ്ത് കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും. നിങ്ങൾ പിങ്ക് ടവർ കണ്ടിട്ടുണ്ടോ? നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലേ നിങ്ങള് പിങ്ക് ടവർ? പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. മേ ബി പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സേജ്. പറഞ്ഞിട്ടുണ്ട് മിസ്സേ, ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് മാത്സ് എപ്പോഴും പറയാറില്ലേ? മാത്സ് എല്ലാ ഒരു ഫീൽഡിലും ബേസ് എന്താണ്? മാത്സ് ആണ്. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. മാത്സ് ആണ് എല്ലാ ഫീൽഡിന്റെയും ബേസിക് ആയിട്ട് പറയുന്നത്. ദെൻ ഫസ്റ്റ് സ്റ്റെപ്സ് കൺസെപ്റ്റ് ഓഫ് യൂണിറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്സ് പറയുന്നത്. ഡിഫറെന്റ് റോഡ്സ് യൂസ് ചെയ്ത്, നമ്പർ റോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൗണ്ടിങ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്പർ റോഡ്സ് ഉണ്ട്, നമ്പർ കാർഡ്സ് ഉണ്ട്. ദെൻ ബീഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് അത് നിങ്ങൾ ചെയ്തില്ലേ? സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് അതിനൊരാളൊന്ന് കാണിച്ചു തരാം. ന്യൂമറിക്കൽസ് ഒന്ന് കാണിച്ചു തരാവോ? ഓക്കെ, ഫാത്തിമ സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് പ്രസന്റ് ചെയ്യൂ കേട്ടോ. ഒന്ന് കാണിച്ചു തരണം കേട്ടോ. ഓക്കെ ഫാത്തിമ പ്രസന്റ് ചെയ്തോ കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ്
നമുക്ക് കൂടുതൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും അല്ലെ, ടച്ച് ചെയ്തത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? 5 എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഫാത്തിമയുടെ ഹാർട്ടിലെ ഒന്ന് ഇമേജ് ഇടോ. ഓക്കെ, 5 എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അതൊന്ന് ടച്ച് ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കോ. പേപ്പേഴ്സ് സ്റ്റാർട്ടിങ് മുതൽ ടച്ച്, ഒരു ഫിംഗർ, ഒറ്റ ഫിംഗർ കേട്ടോ, ഒറ്റ ഫിംഗർ യൂസ് ചെയ്തിട്ട് ടച്ച് ചെയ്തൊന്ന് കാണിച്ചു. അങ്ങനെയാണ് ടച്ച് ചെയ്താണ് നമ്മളത് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യിക്കുന്നത്. ഓക്കെ, സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ. കുറച്ച് അട്രാക്റ്റീവ് ആണ് കാണാനായിട്ട്, നല്ല അട്രാക്റ്റീവ് ആണ്. അത് കുട്ടികൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ബിഗർ ഡിജിറ്റ്, നമുക്ക് 2 സാൻഡ് പേപ്പേഴ്സ് യൂസ് ചെയ്ത് ഡിജിറ്റ് മെയ്ഡ് ചെയ്യാൻ പറ്റും. ഒരു 2 ഡിജിറ്റ് ഒന്ന് മെയ്ഡ് ചെയ്തേ, ഒരു 2 നമ്പേഴ്സ് കൂട്ടി ഡിജിറ്റ് ഒന്ന് മെയ്ഡ് ചെയ്തേ. 2 ഡിജിറ്റ് 65. അങ്ങനെ നമുക്ക് കുട്ടികളെ കൊണ്ട് തന്നെ ഡിജിറ്റ്സ് മെയ്ഡ് ചെയ്യിക്കാൻ പറ്റും. നമുക്ക് റഫ്നെസ്സും സ്മൂത്ത്നെസ്സും തമ്മിലുള്ള ഡിഫറൻസ് കുട്ടികൾക്ക് മനസ്സിലാവും. സ്മൂത്ത് ആണ്, പിങ്കും ബ്ലൂ ഒക്കെ കളർ സ്മൂത്ത് ആണ് അല്ലെ, കുറച്ച് സ്മൂത്ത് ആണ്. കുറച്ച് റഫ് ആണ് 6, 5 എന്നൊക്കെ പറയുന്നത് ടച്ച് ചെയ്ത് നോക്കുമ്പോ തന്നെ അത് കുറച്ച് റഫ് ആണ്. കുട്ടികൾക്ക് സെൻസ് ചെയ്യാൻ പറ്റണം, കയ്യിലൂടെ തന്നെ അത് സെൻസ് ചെയ്യാണ്. ഇറ്റ് ഈസ് ഡൺ ബൈ ബ്ലൈൻഡ് ഫോൾഡിങ്. നമുക്ക് ബ്ലൈൻഡ് ഫോൾഡിങ് വെച്ചാൽ കണ്ടുപിടിക്കാൻ കൗണ്ടിങ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യും. ആ ഓരോ മെറ്റീരിയൽ, ഓരോ സാൻഡ് പേപ്പേഴ്സ് കാർഡ് വെച്ചിട്ട് നമുക്ക് 0 to 9 വരെയുള്ള കാർഡ്സ് വെച്ച് കുട്ടികളെ കൗണ്ടിങ് പഠിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് ഫസ്റ്റത്തെ നമ്മളൊരു മെയിൻ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്. ഓക്കെ, താങ്ക് യു ഫാത്തിമ. നെക്സ്റ്റ് ആണ് സ്പിൻറ്റിൽ ബോക്സ്. നോക്കട്ടെ, അത് ഞാൻ ഗൂഗിളിൽ എടുത്ത് കാണിച്ചു തരാം. ഇതിന്റെ മെറ്റീരിയല് അത് നോടെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് സ്പിൻറ്റിൽ ബോക്സ്. ഇതിൽ 0 എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും ഇടുന്നില്ല. 1 കുട്ടികളെ കൊണ്ട് തന്നെ ആ ഓരോ ഇത് എന്ത് ചെയ്യിക്കാണ്, നമ്പേഴ്സ് കൗണ്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ് അവരെ കൊണ്ടിടാം. 1 എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും, 2 അങ്ങനെ. ഇതന്നെ ബീഡ്സ് ഉള്ളതാണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സ്പിൻഡിൽ ബോക്സിൽ ബീഡ്സ്, നമ്മൾ ബീഡ്സ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള സ്പിൻഡിൽ ബോക്സ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്പർ പിരമിഡ് ഉണ്ട്. നമ്പർ പിരമിഡ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നമ്പറിന്റെ പിരമിഡ്? ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ബീഡ്സ് ചെയർ എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ബീഡ്സ് ചെയർ? നോ ആണല്ലേ. ഓക്കെ, എന്നിട്ട് ഞാൻ ബീഡ്സ് ചെയർ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഓക്കെ, നമ്മള് ബീഡ്സ് ചെയർ ആണ് ഞാൻ ചെയ്യുന്നത്. ഇതാണ് സ്റ്റെയർ. നിങ്ങൾ സ്റ്റെയർ പോലെ കാണുന്നത് അല്ലെ. ഇതാണ്ടോ ഒരു ബീറ്റ് ആണ്, 1 ബീറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് ബീറ്റ് ഫസ്റ്റ്, സെക്കൻഡ് 1, 2. നമുക്ക് ഇതിൽ ഒരുപാട് ബീറ്റ്സ് കണ്ടോ, എല്ലാം ഉണ്ട്. 10 പീസ് ഉണ്ട്, എല്ലാത്തിന്റെയും 10 പീസ് ഉണ്ട്. ദെൻ 1, 2, 3 എന്ന് പറയുന്ന ബീറ്റ്സ്. കുട്ടികൾക്ക് ഇത് ചെയ്യുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. കളറ് ഫസ്റ്റ് തന്നെ കളർ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. ദെൻ അവർക്ക് ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് നമുക്ക് ബീറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ അത് കിട്ടുന്നുണ്ട്. അപ്പൊ അത് 1, 2, 3, 4, 5, 6, 7, 6, 5 ആണ്. 6 വരുന്നത് 1, 2, 3, 4, 5, 6. Then 7 ടൈം എടുക്കൂട്ടോ. 1, 2, 3, 4, 5. Right, 1, 7, 8. The last 3, 9. Last 10 ആണ്. 10 വെച്ചിട്ടാണ് കളർ. ഓക്കെ, ലാസ്റ്റ് 10. ഇതാണ് എന്റെ ബീഡ്സ് ചെയർ എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? അറിയില്ല. കാണാൻ പറ്റുന്നുണ്ട്. കാണാം. ഓക്കേടാ, അത് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതാണ് സ്റ്റെയർ എന്ന് പറയും കേട്ടോ.
The beach stair consists of 9 മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആണ്. കുട്ടികൾക്ക് ഈ കളർ കാണുമ്പോൾ തന്നെ കുറച്ച് അട്രാക്റ്റീവ് ആണ്. കൗണ്ട് ചെയ്യാൻ എളുപ്പമാണ്. 1 1 ഒരു ബീറ്റ്സിന് കൗണ്ട് ചെയ്യുമ്പോൾ 1 1 2 1 2 3 1 2 3 4 അങ്ങനെ നമുക്ക് കൗണ്ടിങ് പഠിപ്പിക്കാൻ അത് എളുപ്പമാണ്. ഹാൻഡ്ലിങ് സ്മോൾ തിങ്സ്, നമ്മൾ ചെറിയ തിങ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എത്ര കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത്. ഇങ്ങനെ ഹാൻഡിൽ ചെയ്തപ്പോ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് അല്ലെ. സ്മോൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, കോൺസെൻട്രേഷൻ ഒബ്സർവേഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കൺട്രോൾ ഓഫ് എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ക്ലിയർ അല്ല, ഇപ്പൊ ക്ലിയർ ആണോ? നേരത്തെ എനിക്കൊരു അബദ്ധം പറ്റിട്ടോ, ഞാൻ ഇത് മാറിപ്പോയി. അപ്പൊ മേ ബി കണ്ടോ ഇവിടെ ഗ്യാപ്പ് വന്നുണ്ടോ, ഇവിടെ ഒരു ബീറ്റിന്റെ ഗ്യാപ്പ് വന്നു ഇല്ലേ? ഞാൻ തെറ്റിച്ചിട്ട് ആണ് അറേഞ്ച് ചെയ്തത്. ഇത് ഇവിടെ ഹോൾഡ് ആയുമില്ല, പ്രോപ്പർ ആയിട്ട് വീണുമില്ല. കണ്ടോ ഇതിൽ ഒരു മുത്ത് പുറത്തേക്കാണ്, ഇവിടെ ഗ്യാപ്പ് വന്നു. സോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, കുട്ടികൾക്ക് തന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ആ കൺട്രോൾ ഓഫ് എററും കുട്ടികൾക്ക് സ്വന്തമായിട്ടത് മനസ്സിലാക്കാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ബീറ്റ് സ്റ്റെയർ കുറച്ചും കൂടെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെറ്റീരിയൽ എന്താണ്, ബീറ്റിന്റെ പിരമിഡ് ആണ്. ബീറ്റ് പിരമിഡ് ആണ് ഇത്. സ്റ്റെയർ ആയിരിക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ സ്റ്റെയർ ചെയ്യണമെന്ന്, ബീറ്റ് സ്റ്റെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ചാർട്ടിലോ ഏതെങ്കിലും കാർഡിലോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല മിസ്സേ. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങളിപ്പോ കാണുന്ന മെറ്റീരിയൽസ് നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. നമ്മൾ ബീറ്റ് സ്റ്റെയറും ബീറ്റ് പിരമിഡും കവർ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മള് നമ്പർ കാർഡ്സ് നോക്കണം അല്ലെ. അതിനു മുമ്പ് ഞാൻ പിങ്ക് ടവർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ജസ്റ്റ് പിങ്ക് ടവർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിങ്ക് ടവർ ശരിക്കും പറഞ്ഞാല് ഇവിടെ മാത്തമാറ്റിക്കൽ ഏരിയയിൽ എങ്ങനെ യൂസ് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാല് പിങ്ക് ടവർ ശരിക്കും എത്രയാണ് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് എന്ത്, പിങ്ക് ടവർ. പിങ്ക് എന്ന് പറയുന്ന കളർ നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ് അല്ലെ. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ് എന്ത്, പിങ്ക്. അപ്പൊ കളർ നമുക്ക് അട്രാക്റ്റീവ് ആണ്, സെൻസ് ചെയ്യാൻ പറ്റും. കുട്ടികളില് അതൊന്ന് ബിൽഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കുട്ടികളത് ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയൽസ് ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മാത്തൊക്കെ ശരിക്കും മാത്സിലൊക്കെ വെച്ച് നല്ല രീതിയിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് പോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യണം, കുട്ടികളെ കാണിച്ചൊക്കെ കൊടുക്കണം. പക്ഷെ നമ്മളുടെ ഓൺലൈനിലെ പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നത് ശരിക്കും ഓക്കെ. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യാണ്, ബീറ്റ് ചെയ്യണം കേട്ടോ. ഇതിന് മേലെ ഒന്നായിട്ട് ടോപ്പില് നമ്മളത് ബീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റും, ഹൈറ്റ് നോക്കുമ്പോൾ മാക്സിമം ഞാൻ ക്യാമറയിൽ എടുത്ത് കാണിച്ചു തരാം അറേഞ്ച് ചെയ്തതിനു ശേഷം. ദെൻ നെക്സ്റ്റ് 10 ക്യൂബ്സ് ആണ് ഉള്ളത്. 10 വുഡൻ ക്യൂബ്സ് ആണ് പിങ്ക് ടവറിലുള്ളത്. അത് ബിൽഡ് ചെയ്തിട്ട് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യണം. ഞാൻ പിങ്ക് ടവറിനെ കുറിച്ച് എനിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 10 വുഡൻ ക്യൂബ്സ് ആണ് ഇതിലുള്ളത്, പിങ്ക് ടവറിലുള്ളത്. സോ നമുക്ക് കൗണ്ടിങ് പഠിപ്പിക്കാനായിട്ട് കുറച്ചിത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നോക്കാം കേട്ടോ. പിങ്ക് ടവർ കൗണ്ടിങ് നമുക്ക് പഠിപ്പിക്കുമ്പോൾ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. കാണുന്നുണ്ടോ? 1 നോക്കട്ടാ. ലാസ്റ്റ് 1 2 ഡിഫറൻസ് ഉണ്ട്. 3 4 5 6 7 8 9 10. ലാസ്റ്റ് ക്യൂബ് 10. മാക്സിമം ഇത് നോക്കിയിട്ടുണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് കാണാനുള്ള. മാക്സിമം നിങ്ങൾ നോക്കുക, അഡ്ജസ്റ്റ് ചെയ്യണേ. കണ്ടോ?
10 നമുക്ക് കൗണ്ടിങ് പഠിപ്പിക്കാനായിട്ട് പിങ്ക് ടവർ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ നമുക്ക് അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ പഠിപ്പിക്കാൻ പറ്റും. കാരണം ഒന്നിൽ നിന്ന് ഒന്നിനെ കൂടി വരാണ്. അപ്പൊ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ നമുക്ക് പിങ്ക് ടവർ യൂസ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. കളർ സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റും. വെയിറ്റ് മേ ബി സ്മോൾ ഓർ ബിഗ്. ഓക്കെ, ഒരു മിനിറ്റ്, കുട്ടികളോട് ചോദിക്കാം, സ്മോൾ ഓർ ബിഗ്, ഏതാണ് സ്മോൾ ഏതാണ് ബിഗ്? ഇത് സ്മോൾ ആണ്, ഇത് ബിഗ് ആണ്. അപ്പൊ ഏതാണ് സ്മോൾ ബിഗ്? ആൻഡ് മെഷർമെന്റ് നമുക്ക് ഓരോന്നും വുഡൻ ക്യൂബ്സ് ആണ്. നിങ്ങൾ കാണുന്നതൊക്കെ വുഡൻ ആയിട്ടുള്ള ക്യൂബ്സ് ആണ്. നമുക്കിത് മെഷർ ചെയ്യാൻ പറ്റും. ബിഗ്, ഇതാണെങ്കിൽ സ്മോൾ, ബിഗ് സ്മോൾ. ഓക്കെ അല്ലെ? നമുക്കത് ഇങ്ങനെ വെയിറ്റ് നോക്കിയിട്ട് കമ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റും. കുട്ടികളെ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിപ്പിക്കാനായിട്ട് പറ്റും. സോ ഇതെന്താണ്? പിങ്ക് ടവർ ആണ്, പിങ്ക് ഇൻ കളർ ആണ്. നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെറ്റീരിയൽ ആണ് പിങ്ക് ടവർ കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിങ്ക് ടവർ എങ്ങനെ ബിൽഡ് ചെയ്യാം, കാർഡ്ബോർഡിൽ എങ്ങനെ ചെയ്യാന്നൊക്കെ ഉള്ളത് യൂട്യൂബിലൊക്കെ കിടപ്പിട്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ വുഡൻ ബോക്സുകൾ അവൈലബിൾ ഒക്കെയാണ്. സ്മോൾ സൈസിൽ വുഡൻ ബോക്സ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മള് പിങ്ക് ടവർ കൗണ്ടിങ് പഠിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്പർ റോഡ്സ് ഉണ്ട്. നമ്പർ റോഡ്സും നമ്പർ കാർഡ്സും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് മെറ്റീരിയൽ ആണ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ്. നമ്പേഴ്സ് നോക്കാം. എന്നിട്ട് അശ്വതി ടീച്ചർ നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സ്റ്റാർട്ട് ചെയ്തില്ലേ മെറ്റീരിയൽസ്? സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഇൻട്രൊഡക്ഷൻ ഓക്കെ, ഞാൻ അത് ഒരു ഇമേജ് എടുത്തിടാം. ഇത് നമ്മള് നമ്പർ റോഡ്സ് നമ്പേഴ്സ് ആണ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് നിങ്ങൾ കാർഡുകൾ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ അല്ല മിസ്. സോറി, ഇപ്പോഴോ? അതും ക്ലിയർ അല്ല അല്ലെ? നമുക്ക് 10 വരെയുള്ള കാർഡ്സുകൾ അവൈലബിൾ ആണ്. ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ളതാണ്. നമ്പേഴ്സ് തപ്പുന്നുണ്ടോ? നമുക്ക് കുട്ടികളെ കൊണ്ട് അത് അറേഞ്ച് ചെയ്യിക്കാം, ഓർഡറിൽ അറേഞ്ച് ചെയ്യിക്കാം. ഞാനത് 1 മിനിറ്റ് കേട്ടോ. ഈ മിസ്സിന്റെ സ്ക്രീൻ ഒന്ന് വലുതായി കാണാൻ എന്തെങ്കിലും പോംവഴി ഉണ്ടോ? ലോങ് പ്രസ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കിയാൽ മതി. ഇപ്പൊ ക്ലിയർ ആണോ എന്ന് നോക്കണോ കേട്ടോ. ഇപ്പൊ ക്യാമറ ക്ലിയർ ആണോ എന്ന് നോക്കണേ. നിങ്ങൾ നമ്പേഴ്സ് കാർഡാണ് കാണുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെയാണ് മിസ്. നമ്പേഴ്സ് അറേഞ്ച് ചെയ്യാണ് ടൈം.
ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഓരോന്നിനും നേരെ എത്രയാണോ നമ്പേഴ്സ് അത് ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് അറേഞ്ച് ചെയ്യുക. കുട്ടികളൊക്കെ ഓരോന്ന് സെൻസ് ചെയ്യിച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യിക്കാം. നമ്മളതിന് ടച്ചൊക്കെ ചെയ്ത് 1, 2 എന്ന് പറയുമ്പോൾ 2 നമ്പേഴ്സ്. മിസ് ഇതാണോ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞത്? അത് തന്നെ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്. നിങ്ങൾ ഇത് എന്താ 4th അല്ല 5th റെക്കോർഡ് ചെയ്തോ? നോ മിസ്. അത് ചെയ്തിട്ടേ ഇല്ല അല്ലേ? നോ. ഇല്ല, അത് ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് ചെയ്യാൻ സുഷ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ. അപ്പം മിസ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് മാത്തമാറ്റിക്കൽ ഏരിയാസിൽ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിൽ വരുന്നുണ്ട് ഓരോ മെറ്റീരിയൽസ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. നമുക്ക് കൗണ്ടിങ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കൊടുത്തത് 4 വരെയല്ലേ. നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് കൗണ്ടിങ് പഠിപ്പിക്കാനായിട്ട് പറ്റും. നമ്മൾ എന്തൊക്കെ നോക്കി? ബീറ്റ്സ് സ്റ്റെയർ നോക്കി, ബീറ്റ് പിരമിഡ് നോക്കി, ബീറ്റ്സ് നോക്കി, പിൻ ടവർ നോക്കി, കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് നോക്കി. ഇനി നമ്പർ റോഡ്സ് ഇത് ഓക്കെ ആണല്ലോ? ഞാൻ ഫിൽ ചെയ്യണോ? ടൈം ഓക്കെ. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്പർ റോഡ്സ് ആണ്. ഇതാണ് നമ്പർ റോഡ്സ് ആണ്. ഞാൻ ഈ പേജ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ റോഡ്സ് ബ്ലൂവും റെഡും കോമ്പിനേഷനിലാണ് നമ്പർ റോഡ്സ് വരുന്നത്. ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് നമ്പർ റോഡ്സുകൾ വരുന്നത്. നോക്കാൻ വേണ്ടിയിട്ട് ഇമേജ് ഓക്കെ. നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്പർ റോഡ്സ് മാക്സിമം ഞാൻ അറേഞ്ച് ചെയ്തിട്ട് നോക്കാം. മേ ബി സ്ഥലപരിമിതികളുള്ളതുകൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. നമ്പർ റോഡ്സ് നമ്മൾ 10 വരെയാണ് നമ്പേഴ്സ്. നമ്പർ റോഡും പിന്നെ അതേപോലെ തന്നെ ഈ കാർഡ്സും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്പർ റോഡ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ ശ്രദ്ധിച്ച് വേണം മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് കേട്ടോ. നമ്മള് എക്സിക്യൂഷനിൽ വന്ന പ്രാക്ടീസ് സെഷനിലായെങ്കിലും നിങ്ങൾ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണം കേട്ടോ. മെറ്റീരിയൽസ് മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ നമ്പർ കാർഡ്സുകൾ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആവുന്നില്ല 1 മിനിറ്റ് കേട്ടോ. നമ്പർ കാർഡ്സ്. അപ്പൊ ഇതാണ് നമ്പർ റോഡ്സ് എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് നമ്മൾ ഡിഫറൻസ് ആണ്. ഇത് 1 എന്നാണ് പറയുന്നത്. ബ്ലാക്ക് റെഡ് മാത്രം. ദെൻ ബ്ലൂ ആൻഡ് റെഡ് എന്ന് പറയുമ്പോൾ 1, 2 ഇത് കൗണ്ട് ചെയ്യാണ്. 1, 2. ഓക്കെ. ഞാൻ 1ന് നേരെ ഞാൻ എന്താണ് ഒരു നമ്പർ വെച്ചിട്ടുണ്ട്. ദെൻ 1, 2ന് നേരെ നെക്സ്റ്റ് റോഡ് വെച്ചിട്ടുണ്ട്. 1, 2, 3 ഇതിന് കെയർ ആയിട്ട് നല്ല രീതിയിൽ 1, 2, 3. ഓക്കെ. 1, 2, 3. 1, 2, 3, 4. 1, 2 അത് നമുക്ക് കൗണ്ട് ചെയ്യാം. എപ്പോഴും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. 1 യൂസ് ചെയ്തിട്ട് 1, 2, 1, 2, 3, 1, 2, 3, 4. Okay. Then 1, 2, 3, 4, 5. Then 1, 2, 3, 4, 5, 6. Okay. 1, 2, 3, 4, 5, 6, 7. നമുക്ക് കാണാൻ പറ്റും. 1, 2, 3, 4, 5, 6, 7, 8. നമ്മളൊരു ഈ റോഡിന്റെ സ്റ്റെയർ പോലെയാണ് വരുന്നത് കേട്ടോ. Then 9. 10 നിങ്ങൾക്ക് മിക്കവാറും കാണാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. 10 അത് കുറച്ച് മാക്സിമം നോക്കുക. ഇത് കാണാനുള്ള
ചാൻസ് കുറവാണ്. ദെൻ കുട്ടികളോട് നമുക്കിത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ കാർഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ സൈഡിൽ വരുന്ന ഡീറ്റെയിൽ ഞാനൊന്ന് പറ്റും നോക്കട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ? Yes. ഇങ്ങനെ അറേഞ്ച് Yes, ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് വൺ അവിടെ വയ്ക്കുന്നു. ടു ടുവിന്റെ കാർഡിനൊപ്പം വെക്കുന്നു. ത്രീ അല്ലേ, ത്രീ എന്ന് പറയുന്ന കാർഡ് വെക്കുന്നു. ഇതേപോലെ 4, 5, 6 അത് കുട്ടികളെ കൊണ്ട് ബീറ്റ് ചെയ്യിക്കുന്നതിലൂടെ നമുക്ക് കൗണ്ടിങ് ഈസി ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്പർ റോഡ് സെറ്റ് കാർഡ്സ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിക്ക് മുമ്പ് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ MT4 ഞാൻ ബാച്ച് പറയാലോ, MT4 ഒരു കുട്ടിക്ക് ഇതേപോലെ നമ്പർ കാർഡ് എടുത്തു കൊടുത്തു. ആ കുട്ടി പ്രാക്ടിക്കൽ സെഷന് വന്നതിന് ശേഷം ഈ നമ്പർ കാർഡില്ലേ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തു. നമ്പേഴ്സ് കാർഡും നമ്പേഴ്സ് റോഡ് പിന്നെ മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ബോർഡും അഡീഷൻ ബോർഡ് അത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തു. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഓൺ ക്രിയേഷൻ ആണ്. അത് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ ആ കുട്ടി നല്ല രീതിയിൽ അത് എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്തു. ഫോട്ടോസ് ഒക്കെ അയച്ചു. ഭയങ്കര ഇഷ്ടമായി. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പ്രിപ്പയർ ചെയ്തതെന്ന് ചോദിച്ചപ്പോ അത് മക്കൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നി. അതുകൊണ്ടാണ് മിസ് ഞാൻ പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞത്. നിങ്ങൾ കാണുന്നത് നമ്പർ റോഡ്സ് അതേപോലെ തന്നെ നമ്പർ കാർഡ്സ് ആണ്. ഓക്കെ, ഈ നമ്പേഴ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് റൊട്ടേറ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത് കേട്ടോ, അല്ലേ? ഓക്കെ ആണോ? നമ്പേഴ്സ് കാണുന്നുണ്ടാവില്ല, പക്ഷെ അത് കറക്റ്റ് ആയിട്ടാണ് നമ്മുടെ ക്യാമറയുടെ ഒരു ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് അത്. ഇത് ക്ലിയർ ആണോ? കാണുന്നുണ്ട് മിസ്സേ. Yes, miss. കാണുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഓക്കെ മിസ്. അതെ, clear ആണ്. നെക്സ്റ്റ് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു 2 മിനിറ്റ്സ്.
ഓക്കേടാ, സോറി കേട്ടാ. ഞാൻ ഇത്രയും നേരം മ്യൂട്ടാണെന്ന് വിചാരിച്ചില്ല. അവരെ മ്യൂട്ട് ഓണാന്ന് വിചാരിച്ചിട്ട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. സോറി. ഞാൻ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സ്പിൻഡിൽ ബോക്സിലെ ബീഡ്സ് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ 1 എന്ന് പറയുന്ന ബോക്സിലേക്ക് നമ്മൾ 1 ബീഡ്സ് കണ്ടോ. ഈ ഒരു ബീഡ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, കറക്റ്റ് ആയിട്ട് പുട്ട് ചെയ്യാണ്. ദെൻ 2 എന്ന് പറയുമ്പോൾ വേണ്ട 2 ബീഡ്സ് 1 2 ആ ഒരു ബീഡ്സ് കറക്റ്റ് ആയിട്ട് അതിലേക്ക് പുട്ട് ചെയ്യാണ്. 3 എന്ന് പറയുമ്പോൾ 1 2 3. Okay. 4 1 2 3 4. Blue എന്ന് പറയുന്നത് 1 2 3 4 5. Okay. 6 എന്ന് പറയുന്നത് 1 2 3 4 5 6 എവിടെ? ഓക്കെ. 6 എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് 6 ബീറ്റ്സ് കണ്ടോ. കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യിക്കുക കുട്ടികളെ കൊണ്ട് കൗണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൗണ്ട് ചെയ്യിപ്പിക്കുക. 1 2 3 4 5 6. Then അതവിടെ സ്റ്റെപ്പ്. അതെ 1 2 3 4 5 6. ഇത് ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ഓർഡറിലാണ് ചെയ്യുന്നത്. കുട്ടികൾ അങ്ങനെ ഓർഡറിൽ ചെയ്യണമെന്നില്ല. റാങ്ക് ആയിട്ട് എനിക്ക് അവർ ഇഷ്ടമുള്ളതായിട്ട് സെലക്ട് ചെയ്യുന്നത്. അത് അവർ കൗണ്ട് ചെയ്യിപ്പിക്കുക. നമ്മളിപ്പോ 1 2 3 4 5 6 7 7 ഇതാണ്. അതേപോലെ നമ്മളങ്ങനെ ഞാൻ ഇപ്പൊ കൗണ്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുണ്ട്. കുട്ടികൾ പക്ഷെ അതിൽ നിന്ന് അങ്ങനെ നോക്കിയെടുക്കൊന്നുമില്ല. അവർ കൗണ്ട് ചെയ്യിപ്പിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പുട്ട് ചെയ്യാം. 8 then 9. ഞാൻ അങ്ങനെ കൗണ്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടില്ല. പക്ഷെ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നില്ല. സോ മേ ബി ഞാൻ റാൻഡ് ആയിട്ട് സെലക്ട് ചെയ്യണം. റാൻഡ് ആയിട്ട് സെലക്ട് ചെയ്തപ്പോ ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഞാനത് കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 8. 8 എന്ന് പറയണ ആ ഒരു ഇതിലേക്ക് ഇടുന്നു. അങ്ങനെ 18 കുട്ടികൾ. മേ ബി ഇതാണ് ഈ ഒരു ബീറ്റ്സ് ആണ് എടുക്കണമെങ്കിൽ 1 2 3 4 4 ഇവിടെ 4. അങ്ങനെ അവർക്ക് നമുക്ക് ഗെയിമിങ്ങിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് കൗണ്ടിങ് കുട്ടികളെ ഈസി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. കുറച്ച് കൂടുതൽ ഹെൽപ്ഫുൾ ആണ് എന്ന് പഠനങ്ങൾ പറയുന്നത്. കൗണ്ടിങ് ഈസി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ കുട്ടികൾ ചിലപ്പോൾ കൗണ്ട് ചെയ്യും 1 2 3 4 5 6 7 8 9 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൗണ്ട് ചെയ്യും. പക്ഷേ എന്താണ് 1 എന്ന് പറയുമ്പോൾ മീനിങ് ദാറ്റ് മീൻസ് 1 ബീറ്റ് ആണ്. 2 എന്ന് പറയുമ്പോൾ 1 2 ബീറ്റ്സ് ആണ്. 3 എന്ന് പറയുമ്പോൾ 3 ബീറ്റ്സ് ആണ്. അങ്ങനെ കൗണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യാണ്, ട്രെയിൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഒരു മെറ്റീരിയൽ മനസ്സിലായോ? ഓക്കെ. Yes, ma'am. ഓക്കെ. ഞാൻ ഒരു 1 മിനിറ്റ് ഞാൻ നെക്സ്റ്റ് മെറ്റീരിയൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കേട്ടോ. നിങ്ങൾ ഷേപ്സ് പഠിച്ചിട്ടുണ്ടോ കുട്ടികള്? നമുക്ക് അറിയാവുന്ന ഷേപ്സ് ഏതൊക്കെയാണ് പറഞ്ഞു നോക്കിയേ. ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, triangle, rectangle, square, triangle, ക്യൂബ്, circle, ഓവല്, ovoid, ഓയിഡ്, സ്പിയർ, സിലിണ്ടർ, സിലിണ്ടർ. ഓക്കെ ഓക്കെ. സിലിണ്ടർ ഏകദേശം അറിയാവുന്ന ഷേപ്സ് ഒക്കെ സ്റ്റാർ,
ഏതാണ്? സ്റ്റാർ. സ്റ്റാറ്. ഓക്കെ ഓക്കെ, കുട്ടികൾക്ക് ഇഷ്ടമുള്ളതാണ്. വൺ മിനിറ്റ് കേട്ടോ. നമ്മൾ ഇനി മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന കുറച്ച് ഷേപ്സ്, ജിയോമെട്രിക്കൽ സോളിഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, കുറച്ച് മെറ്റീരിയൽസ്. ഓക്കെ, ഇതോടെ നിൽക്കട്ടെ. ഇതില് ഈ മെറ്റീരിയൽ എന്താണെന്നൊന്ന് പറയാമോ? കാണുന്നുണ്ടോ നിങ്ങള്? സ്ക്വയർ ആണോ? ക്യൂബോയിഡ് അല്ല. ഞാൻ എടുത്തിരിക്കുന്ന ഹോൾഡ് ചെയ്തിരിക്കുന്ന വേറൊരു മെറ്റീരിയൽ ഇല്ല ഇവിടെ. ഓക്കെ, എന്താണിത്? റെക്ടാങ്കിൾ. ഓക്കെ, റെക്ടാങ്കിൾ ആണ് ഷേപ്സ്. എല്ലാ സൈഡും നോക്കി, ഇവിടെ 2 സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. ഇതെന്താണ്? ഇതാണ് റെക്ടാങ്കുലർ പ്രിസം. ഇതെന്താണ്? റെക്ടാങ്കുലർ പ്രിസം. ഓക്കെ അല്ലേ? ഓക്കെ. ഇതെന്താണ്? റെക്ടാങ്കുലർ പ്രിസം ആണ്. ഓക്കെ, ദെൻ ദിസ് വൺ, ഇതെന്താണ്? സ്ക്വയർ. എല്ലാ സൈഡും സ്ക്വയർ ആണ്. ഇതിനൊരു പേര് പറയും. ക്യൂബ്. കറക്റ്റ്, ക്യൂബ് ആണത്. മറ്റേതപ്പം ക്യൂബോയിഡ് എന്ന് പറയൂലേ മിസ്? ഏതാണ്? ആദ്യത്തെ ക്യൂബോയിഡ് എന്ന് പറയില്ലേ അപ്പൊ? ക്യൂബോയിഡ് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഇത് റെക്ടാങ്കുലർ പ്രിസം എന്നാ പറയുന്നത്. നോക്കിയിട്ട് ഞാൻ പറയാം വേറെ പേരുണ്ടോന്ന്. ഇത് ക്യൂബ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ മിസ്. രണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഷേപ്സ് ആണ്. ഇതോ? നമുക്കറിയാം. നമ്മളിങ്ങനെ കുട്ടികള് ക്യാപ്പ് ഒക്കെ, ബർത്ത്ഡേ ക്യാപ്പ് ഒക്കെ അല്ലെ, അതിന്റെ ഷേപ്പാണ്. ഓക്കെ, അതും ഓക്കെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഷേപ്സ് ആണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ഇതോ? സിലിണ്ടർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാൻ 3 മെറ്റീരിയൽസ് ഒരുമിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഇതോ? പിരമിഡ്. നടുവിലത്തെ പിരമിഡ് അല്ലേ മിസ്? ഓക്കെ, ഇതാണോ പിരമിഡ്? യെസ്. ഓക്കെ, പേര് വ്യത്യാസം എന്താ? ഇത് ഓക്കെ, ഇത് താഴത്തും എന്താണ്? ട്രയാങ്കുലർ ആണ് അല്ലെ? ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ കാണുന്നത് താഴത്ത്? ഓക്കെ, ഇതിന്റെ പേര് ട്രയാങ്കുലർ പിരമിഡ് ആണ്. എന്താണിത്? ട്രയാങ്കുലർ പിരമിഡ്, ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ്. സോറി, ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ്. ട്രയാങ്കിൾ ആണ് ഷേപ്പ് അല്ലെ? താഴത്തെ ഷേപ്സ് അനുസരിച്ചാണ് പിരമിഡിന്റെ പേര് മാറുന്നത്. ഇതെന്താണ്? ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ് ആണ്. ഓക്കെ അല്ലേ? എല്ലാ സൈഡും ട്രയാങ്കിൾ ആണ്. നെക്സ്റ്റ് ആണ് ഇത്. ഇവിടെ റെക്ടാങ്കിൾ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതെന്താണ്? റെക്ടാങ്കിൾ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് ട്രയാങ്കുലർ പ്രിസം എന്നാണ്. എന്താണ്? ട്രയാങ്കുലർ പ്രിസം. ഓക്കെ, നമ്മുടെ ബേസ് എന്ന് പറയുന്നത് റെക്ടാങ്കിൾ ആണ്. അതുകൊണ്ട് ഇതിന്റെ പേരെന്താണ്? ട്രയാങ്കുലർ പ്രിസം. ഓക്കെ, 1 മിനിറ്റ്. നെക്സ്റ്റ് ആണ് ഇതോ? ഇതെന്താ ഷേപ്പാണ്? സ്ക്വയർ. സോ ഇതെന്ത് പിരമിഡ് ആയിരിക്കും? ഇതെന്ത് പിരമിഡ് ആയിരിക്കും? സ്ക്വയർ പിരമിഡ് എന്ന് പറയാം. ഓക്കെ, 2 മെറ്റീരിയൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്താണ്? ഇതെന്താണ്? ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ്. ഇതെന്താണ്? സ്ക്വയർ പിരമിഡ്. 2 കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ഇത് റെക്ടാങ്കുലർ ബേസ് ആണ് അല്ലെങ്കിൽ അല്ലെ? റെക്ടാങ്കിൾ ആണ് ഇതിന്റെ ബേസ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നോക്കി കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ? സോ ഇതെന്തായിരുന്നു? ട്രയാങ്കുലർ പ്രിസം ഉണ്ട്.
ഓക്കെ, ഇതെന്തായിരുന്നു? ട്രയാങ്കുലർ പ്രിസം. triangular prism. ഓക്കെ, ദെൻ ഇതെന്താണ്? ഇത് റെക്ടാങ്കുലർ പ്രിസം ആണ്. ഓക്കെ, ഇത് റെക്ടാങ്കുലർ പ്രിസം ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇതെന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ക്യൂബ്. ക്യൂബ്. നമുക്ക് റുബിക്സ് ക്യൂബ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ക്യൂബ് ആണ്. ഇതോ കോണ്. കോണാണ്. ഓക്കെ, ഇത് സിലിണ്ടർ. സിലിണ്ടർ. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണ്. ഞാൻ ഈ 3 ഷേപ്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. പുതിയ വേറെ 3 മെറ്റീരിയൽ സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ അത് ഏതാണെന്ന് പറയണം കേട്ടോ. ഷേപ്സ് ഒക്കെ നോക്കി Sphere. ഏതാണ് സ്പിയർ? Red. റെഡ് സ്പിയർ. ഓക്കെ, ഇതോ ഓവൽ 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 ഷേപ്പ്. ഓവോയിഡ്. ഓക്കെ, കറക്റ്റ്. ഓവോയിഡ്. ഓക്കെ, ഇതോ എലിപ്സോയിഡ്. എന്താണ്? Ellipsoid. എലിപ്സോയിഡ്. 1 മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഇതെന്താണ്? ഇതാണ് ഓവോയിഡ്. ഇതാണ് ഓവോയിഡ് കേട്ടോ. ഇത് ഓവോയിഡ് കേട്ടോ. ഇതാണ് ബോത്ത് സൈഡും ഓരോ പോലെ ഇരിക്കുന്നതാണ് എലിപ്സോയിഡ് കേട്ടോ. ഓക്കെ, മനസ്സിലായാണ്? ഇതേതാണ്? എലിപ്സോയിഡ്. ഇത് ഒവോയിഡ്. ഒവോയിഡ് ആണ് നമ്മള് എന്താ പറയാ, ഒരു സൈഡ് മാത്രം തീർത്തിരിക്കുന്നത്. ഓക്കെ, ഒവോയിഡ്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നെക്സ്റ്റ് ക്ലിയർ ആണല്ലേ? ഓക്കെ, ഇതെന്താണ്? വോയിഡ്. ഓക്കെ, ഇത് Ellipsoid. അപ്പൊ നമ്മൾ ജോമെട്രിക്കൽ സോളിഡ്സിനെ കുറിച്ച് പഠിച്ചു. ഇതിന്റെ ഷേപ്സ് മോണ്ടിസോറി എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോമെട്രിക്കൽ സോളിഡ്സിന്റെ ഷേപ്സ് നമുക്ക് കിട്ടും. അതൊന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ, ഏതൊക്കെയാണ് അത്. നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ്, നിങ്ങൾ എത്രാമത്തെ റെക്കോർഡ് വരെ റെക്കോർഡ്? 4th റെക്കോർഡ്. ഓക്കെ, 5th റെക്കോർഡിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് അത് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ മാത്തമാറ്റിക്കൽ ഏരിയയിൽ ഇനി വരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ കുറച്ച് ബോർഡുകളാണ് പഠിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ബോർഡുകൾ പഠിപ്പിക്കാം കേട്ടോ. ബീഡ്സ് നിങ്ങൾ ഫ്രെയിമുകൾ പഠിച്ചിട്ടുണ്ടോ? ബീഡ്സിന്റെ ഫ്രെയിമുകൾ പഠിച്ചിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലെ? ഉള്ളതാണോ? മിസ് പറഞ്ഞ ഫ്രെയിം ആണോ? എന്താണ് മിസ് പറഞ്ഞ ഫ്രെയിം ആണോ? അല്ലടാ, ഞാൻ പറഞ്ഞ ഫ്രെയിം ബട്ടൺ ഫ്രെയിം ഒക്കെ അല്ലേ. നിങ്ങൾ ചെയ്തോ? ഇതാണ് ബീഡ്സ് ഫ്രെയിം. ബീഡ്സ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്, കൗണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രെയിം. അബാക്കസ് ആണോ മിസ് ഇത്? ഓക്കെ, അബാക്കസ്. കൗണ്ടിങ്ങിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇപ്പൊ ആക്ടിവിറ്റി ആയിട്ട് ചെയ്തിട്ടില്ല. അബാക്കസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ അബാക്കസ് ടീച്ചറായിരുന്നു. ആണോ? എന്തെങ്കിലും കാണിച്ചു കൊടുത്തേ. ഞാൻ ഫുള്ള് ട്രെയിനിങ്ങിന് പോയിട്ടില്ല. വീട്ടിലിങ്ങനെ കുറച്ച് എടുത്തായിരുന്നു. ഇവിടെ എവിടെയെന്ന് അറിയില്ല. സംഭവം എന്റെ കയ്യിൽ ഇല്ല. എന്റെ വീട്ടില് തെരഞ്ഞിട്ട് വേണം എവിടെ എന്നുള്ളത്. ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുട്ടികളെ കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് ബീഡ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ കൗണ്ടിങ് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് മാത്സില്? ഇനി എന്താ പഠിക്കണ്ടേ? അഡീഷൻ. ഓക്കെ, അഡീഷൻ പഠിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അഡീഷൻ ബോർഡ്സ് ആണ്. എന്താണ് യൂസ് ചെയ്യുന്നത്? അഡീഷൻ ബോർഡ് ആണ്. അതേപോലെ സബ്സ്ട്രാക്ഷൻ ബോർഡ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ഉണ്ട്, ഡിവിഷൻ ബോർഡ് ഉണ്ട്. ഇനി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 4 ബോർഡുകളാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഏതെല്ലാമാണ്? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. എനിക്ക് ഇതിൽ 4 ബോർഡിൽ ഏറ്റവും ഇഷ്ടം മൾട്ടിപ്ലിക്കേഷൻ ബോർഡാണ് കേട്ടോ. എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ ഭയങ്കര പാടല്ലേ? അല്ലെ?
മിസ്സേ കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരട്ടെ അബാക്കസിന്റെ. അവിടെ കാണിച്ചു. ഇതില് കൊറേ മുത്തൊക്കെ മക്കള് കളഞ്ഞു. കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഉടനാണോ? ഏ? അതന്നെ. ഉടനല്ല, ഫൈബർ പോലെ. ഓക്കെ, നന്നായിട്ടുണ്ട്, നല്ലതാണ്. ഇതിന്റെ താഴത്തുള്ള ഈ ഡോട്ടിന് താഴെയുള്ളതൊക്കെ 1 2 3 4, മുകളിലുള്ളത് 5. അങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല, അപ്പൊ കുട്ടികൾ അതൊക്കെ സൈഡത്തൊക്കെ എന്താ ഇതിന് ബട്ടൺസ് ഒക്കെ കുറെ കളഞ്ഞു. അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാത്തമാറ്റിക്കൽ ഏരിയയിലെ ബാലൻസ് ഉള്ള മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോ നിങ്ങൾ മാത്തമാറ്റിക്കൽ ഏരിയ ഈ ഒരു പോർഷൻ ഒന്ന് റീഡ് ചെയ്തിട്ട് വരാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നില്ലേ, അല്ലെങ്കിൽ ഈ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് എക്സാം ഇല്ല. മൊഡ്യൂൾ 3 എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മള് ബൈ ഹാർട്ട് പഠിച്ച് എക്സാം എഴുതണ്ട. സന്തോഷം നോക്കി എക്സാം ഇല്ല എന്ന് പറഞ്ഞപ്പോ ഓക്കെ. പക്ഷേ നമുക്ക് വൈവേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് വൈവേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും? മേ ബി ഇന്ന സോളിഡ് എടുത്ത് കാണിച്ചിട്ട് ഇതെന്താണ്, ഇത് ഏത് സോളിഡ് ആണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഒരു ബോർഡ് എടുത്ത് കാണിച്ചിട്ട് ഇത് ഏത് ബോർഡാണ് എന്ന് ചോദിച്ചാൽ അത് ഏത് ബോർഡാണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അത് കുട്ടികൾ നമ്മൾ എങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ട് പഠിപ്പിക്കാനായിട്ട് പറ്റും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എക്സാം ഇല്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കണ്ട് നമ്മളത് മനസ്സിലാക്കി അത് എക്സ്പീരിയൻസ് ചെയ്യണം. പ്രാക്ടിക്കൽ ഉണ്ടല്ലോ നിങ്ങൾക്ക്, ലൈവ് പ്രാക്ടിക്കൽ ഉണ്ട്. നിങ്ങൾ വരുമോ പ്രാക്ടിക്കലിന്? ഓക്കെയാണ് വരാനായിട്ട്. അപ്പൊ വരുന്നവരും വരാൻ പറ്റുന്നവര് മാക്സിമം അത് എക്സ്പ്ലോർ ചെയ്യാം. വരാൻ പറ്റാത്തവർക്ക് നമ്മൾ ഓരോ മെറ്റീരിയൽസും ചെയ്യുമല്ലോ, അപ്പൊ അവിടെ വെച്ച് ചെയ്യുന്നതിന്റെ വീഡിയോസ് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇന്ന മെറ്റീരിയൽസ് ആണ്, ഇന്ന പോലെയാണ് ഇതിന്റെ വർക്കിംഗ്, ഇന്ന പോലെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാം, ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോ താങ്ക് യു ഓൾ. ആദ്യമായിട്ടാണ് ഇത്രയും കുട്ടികളുടെ ക്ലാസ് ഞാൻ MT7 ക്ലാസ് എടുക്കുന്നത്. താങ്ക് യു ഓൾ. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീക്കില് ഡീറ്റെയിൽസ് കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാത്തമാറ്റിക്കൽ ഏരിയയിലെ നെക്സ്റ്റ് വീക്കിലെ എക്സാം ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് മോഡൽ ഒന്ന് പറഞ്ഞുതരാമോ മിസ്സേ അടുത്ത ക്ലാസ്സിൽ? ഓക്കെ, എക്സാം മോഡൽ അല്ലേ? നെക്സ്റ്റ് വീക്ക് ആണോ എക്സാം? 28-ന്. 28 ഫ്രൈഡേ ആയിരിക്കും അല്ലെ? സാറ്റർഡേ ആണ്. ഫ്രൈഡേ അല്ല, തേഴ്സ്ഡേ മേ ബി ക്ലാസ്സിൽ പറയാം. ഒരു ഹാഫ് അവർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലും കുഴപ്പമില്ലല്ലോ. ഓക്കെ, എന്ന് വെച്ചാൽ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഹാഫ് അവർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഇനി വരാൻ പോകുന്ന എക്സാം. കഴിഞ്ഞ എക്സാം എളുപ്പമായിരുന്നില്ല എല്ലാവർക്കും അല്ലെ? സിമ്പിൾ ആയിരുന്നു അല്ലെ? ഇനി വരാൻ പോകുന്ന എക്സാമില് പാർട്ട് 4 ഭയങ്കര എളുപ്പമാണ്. എന്റെ പോർഷനിലെ മാൻ ആൻഡ് എൻവയോൺമെന്റ്, ഗുഡ് മാനേഴ്സ്, അതേപോലെ തന്നെ ആ പോർഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. അശ്വതി മിസ് എടുത്ത കമ്മ്യൂണിക്കേഷൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ബാക്കി എല്ലാം സിമ്പിൾ ആണ്, വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ പാർട്ട് 3 നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല രീതിയിൽ കവർ ചെയ്യണം. പാർട്ട് 3 ആണ് നമ്മളുടെ ഒരു മോണ്ടിസോറിയുടെ എന്താ പറയാ, ഹാർട്ട് അല്ലെ? ഹാർട്ട്. ഓക്കെ, അപ്പൊ ഹാർട്ട് പോർഷൻ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ഹാർട്ട് ഓഫ് മോണ്ടിസോറി ആണ് പാർട്ട് 3 എന്ന് പറയുന്നത്. ആ പോർഷൻ നന്നായിട്ട് റീഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. എനിക്ക് തോന്നുന്നു എന്റെ മോക്ക് ടെസ്റ്റിൽ മേ ബി ഒരു 15 ക്വസ്റ്റ്യൻസ് എങ്കിലും ഉണ്ട് ഇല്ലേ? അപ്പൊ ഭയങ്കര നമുക്ക് വായിക്കുമ്പോ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആ 20 അതാ മിസ്സിനോട് ചോദിച്ചത്. ആ 20 ക്വസ്റ്റ്യൻസ് തന്നെ നന്നായിട്ട് നോക്കിയാൽ മതി. നന്നായിട്ട് നോക്കാം, നല്ല രീതിയിൽ അത് നോക്കിയാൽ മതി. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഹാഫ് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് ക്ലാസ് എടുത്ത് തരാം. ഓക്കെ,
ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ മെറ്റീരിയൽസ് കാണിക്കാന്നുള്ള രീതിയിൽ മെറ്റീരിയൽസ് ആണ് എടുത്തോണ്ട് വന്നത് ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഞാനൊരു താങ്ക് യു ഡൗട്ട് ഓൾ. ചോദിച്ചോട്ടെ? താങ്ക് യു മിസ്. ആരാണത്? മിസ്സിനെ ചോദിച്ചോ. നമ്മുടെ ജിഷ മിസ്സേ റെക്കോർഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ, 4ാമത്തെ റെക്കോർഡ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് എത്രാമത്തെ ക്ലാസ്സിലാണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഏത് തീയതിയിലാണെന്ന് പറഞ്ഞു തരാമോ? ഞാൻ നോക്കിയിട്ട് എനിക്കത് കാണാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ? ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതിയോ? ഗ്രൂപ്പിൽ ഞാനില്ല. എന്റെ നമ്പർ തന്നാല് ആഡ് ചെയ്യാമോ? ആഡ് ചെയ്തോളൂ. ഫോൺ നമ്പർ സെൻഡ് ചെയ്ത് കൊടുത്തോ. അല്ലായ നമ്പർ സെൻഡ് ചെയ്യട്ടെ? നമ്പർ ഇട്ടോ? ഓക്കെ. നമ്പർ സെൻഡ് ചെയ്തോ, അവർ ആഡ് ചെയ്തോളൂ. മാക്സിമം നിങ്ങളുടെ കൂടെ ഉള്ള കുട്ടികൾ എല്ലാവരും റെക്കോർഡ് കംപ്ലീറ്റ് ആണ്, അവർ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എല്ലാവരും ഈ റെക്കോർഡ് ക്ലാസ് കാണുന്നവരായാലും നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ആണ് എന്ന് കൺഫേം ചെയ്യണേ. ഓക്കെ, മാക്സിമം നിങ്ങളുടെ എല്ലാവരും വർക്ക് ഒരുമിച്ച് തീരാനായിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യണയാണ്. ഇപ്പൊ ഇനി ഒരു മാസം കൂടി ഉള്ളൂ. സോ എല്ലാവരും ഒരുമിച്ച് പാസ് ഔട്ട് ആവുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഹാപ്പിനെസ്. അതുകൊണ്ട് എല്ലാവരും വർക്ക് കംപ്ലീറ്റ് ആകണം നമുക്ക് എന്നുള്ളൊരു ഫൈനൽ എക്സാമും വൈവയൊക്കെ ഈ മാസം ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് ഫസ്റ്റ് കാണുമോ? മേ ബി എനിക്ക് അറിഞ്ഞുകൂടാ. ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മെയിൻ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടില്ല. മെയിൻ എക്സാമിന്റെ ഡേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അറിയിക്കും. മെയിൻ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും പ്രാക്ടിക്കൽ സെഷൻ വരാം. പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞിട്ടായിരിക്കും വൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി പ്രാക്ടിക്കൽ സെഷനിൽ വരുന്നവര്, ഓക്കെ, പ്രാക്ടിക്കൽ സെഷനിൽ വരുന്ന കുട്ടികള് അവരുടെ എന്തായാലും നിങ്ങൾ പ്രൊജക്ട് റെക്കോർഡ് കൊണ്ടുവരുമല്ലോ. അടുത്ത് വരാനായിട്ട് കംഫർട്ടബിൾ അടുത്തുള്ളവര് റെക്കോർഡ് എന്തായാലും കൊണ്ടുവരും. അപ്പൊ റെക്കോർഡ് സൈൻ ചെയ്ത് വാങ്ങിക്കുമല്ലോ. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് വൈവ അറ്റൻഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അറ്റ് എ ടൈം നമുക്ക് വൈവ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് വൈവ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അത് മറന്നൊന്നും പോകില്ലല്ലോ. അപ്പൊ റെക്കോർഡുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പ്രാക്ടിക്കലിന് വരാനായിട്ട്. ആ സമയത്ത് തന്നെ സൈൻ ചെയ്യാം. ഓക്കെ, സൈൻ ചെയ്യിക്കാൻ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സീല് വെക്കും. കാരണം നമ്മൾ ഇന്റേൺഷിപ്പിലൊക്കെ പോകുമ്പോൾ നമ്മുടെ റെക്കോർഡ് സൈൻ ചെയ്തിട്ടുണ്ടോ, അത് നമ്മൾ സീൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരുടെ ടീച്ചിങ് മാനുവൽസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അവർ നോക്കാറുണ്ട്. ഒന്ന് നിങ്ങളതൊക്കെ ഒന്ന് നോക്കാട്ടെ കൊണ്ടുവരാം. മാക്സിമം നിങ്ങൾ വൈവയ്ക്ക് വരുന്ന തന്നെ പ്രാക്ടിക്കൽ വരുന്ന തന്നെ വൈവ അറ്റൻഡ് ചെയ്യാൻ നോക്കാട്ടെ. അപ്പോ താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മിസ്സേ. താങ്ക് യു മിസ്.